Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama. Hare Krishna. Sri Radha Govinda Mandir is Mangaluru in the Srimad Bhagavatam Vasudha. Om Atnanatimrandasya Nananchana Shashurun Niritam Yena Tasmai Sri Guruven Sri Chaitanya Manovishtam Sthapitam Yena Bhutale Swayam Rupakadama Kimdadadi Subhadadi Vande Sri Guru Sri Yuda Padakamaram Sri Guru Vaishnavam Sri Rupam Sagrajatam Saganatanitam Tam Sajivam Satudam Savadutam Varijana Sagitam Krishna Chaitanya Dev Sri Radha Krishna Padam Saganadalitam Vishaganidam हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता राधा कांता नमस्ते तप्तकांचन गौरांगी श्रीराधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो पञ्चतत्त्वात्मकं कृष्णं भक्तरूपास्वरूपकम् भक्तावतारं भक्ताख्यानमामि भक्तशक्ति नित्यानन्दमहं नौमि सर्वानन्दकरं परं हरिनामप्रदं देवम् अवधूतशिरोमणि नमो महावदिन्याय कृष्णप्रेमप्रदाय ते कृष्णाय कृष्णचैतन्या नाम्ने गौरतिषे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे विशेषा शून्यवादी पाश्चात्य देशधारिणि जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय प्रभुपाद की जय गुरु महाराज की जय निताय गौर प्रेमानंदे हरे हरे कृष्ण मदेक बंधु मत्संगिन मद्गुरु मन्महादना मन्निष्ठारगमद्भाग्या मदानंद नमस्तुते गंधराय ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 23-ാം അധ്യായം ശ്ലോകം 30. ഇന്നലെ നമ്മള് രാമനവമി ആയിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ലീലകളാണ് എടുത്തത് അല്ലെ. അതിന്റെ മുന്നേ നമ്മൾ 29 വരെയുള്ള ശ്ലോകങ്ങളാണ് നിർത്തിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ദേവഹൃതിയുടെ ക്ഷീണമൊക്കെ മാറ്റാനും മറ്റുമായിട്ട് ആശ്രമങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ ആ ആകാശ കൊട്ടാരത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കുകയുണ്ടായി. 30-ാമത്തെ ശ്ലോകം നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ അദാദർശേ സമാത്മാനം സ്വഗൃണം സ്രഗിണം വിരജാംബരം വിരജം ഹൃദസ്വസ്തനം കന്യാഭിർബഹുമാനിതം. അദാദർശേ സമാത്മാനാം സ്രഗിണം വിരജാംബരം വിരജം ഹൃദസ്വസ്തനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സമാത്മാനം സ്രഗിണം വിരജാംബരം അദാദർശേ സമാത്മാനം വിരജാംബരം വിരജം ഹൃദസ്വസ്തയനം കന്യാഭിർബഹുമാനിതം.
വിരജം കൃതസുസ്തേനം കന്യാഭിർബഹുമാനിതം അദാദർശേ സ്വാത്മാനാം സ്രഗ്ഗിണം വിരജാംബരം അദാദർശേ സമാത്മാനം വിരജം വിരജം കൃതസ്വസ്തയനം കന്യാഭിർബഹുമാനിതം വിരജം കൃതസ്വസ്തേനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീജി മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദർശേ സുമാത്മാനം ശ്രഗ്ഗിണം വിരജാംബരം വിരജം കൃതസ്വസ്തേനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിജയനാണ് മാതാജി. ഹരേ കൃഷ്ണ ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സ്വമാത്മാനം സൃഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്തയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സീതാരാമൻ ഉണ്ണി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സ്വമാത്മാനം ശിഖിരണം വിരജാംബരം വിരജം കൃതസ്വസ്തൈനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. മാലതി മാതാജി ചൊല്ലിക്കൊള്ളു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സമാത്മാനം സൃഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്തയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പങ്കജാക്ഷി മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സ്വാത്മാനാം സഗ്രീണം വിരജാംബരം വിരജം കൃതസ്വസ്തേനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദാക്ഷി ഉപാസന ദേവിദാസ് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ചൊല്ലിക്കൊള്ളു മാതാജി. തങ്കമണി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കൊള്ളു. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സ്വമാത്മാനം സ്രഗ്ഗിണം വിരജാംബരം വിരജം കൃതസ്വസ്തയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സാവിത്രി ഗർഭശ്രീ ദേവിദാസ് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ പ്രണാമം കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ആദർശേ സ്വം ആത്മാനം സൃഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്തേനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. സുവർണപ്രഭ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കൊള്ളു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാദർശേ സ്വമാത്മാനം സ്രഗ്ഭിണം വിരജാംബരം വിരജം കൃതസ്വസ്ത്യയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ. ഭാരതീയ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കൊള്ളു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാദർശേ സ്വമാത്മാനം സദ്ഗുണം വിരജാംബരം വിരജം കൃതസ്വസ്തയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. നിർമ്മല മാതാജി ചൊല്ലിക്കൊള്ളു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സ്വമാത്മാനം സ്രഗിണം വിരജാംബരം വിരജം കൃതസ്വസ്തേനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി.
ഹരേ കൃഷ്ണ. സുപ്രഭ മാതാജിക്ക് എന്ത് നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടി ഔട്ടായിട്ട് ഒന്നുകൂടി കയറിക്കോളൂ. മൈക്കിന്റെ സിമ്പിൾ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു. രാജി മാതാജി ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാദർശേ സമാത്മാനം സഗിണം വിരജാംബരം വിരജം ഹൃദസുസ്ഥയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ശാരദജി നമ്പൂതിരി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാദർശേ സ്വമാത്മാനം സൃഗിണം വിരജാംബരം വിരജം കൃതസുസ്ഥേനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ധനുപ്രദീപ് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതാദർശേ സ്വമാത്മാനം സൃഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്ത്യയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. അംബുജദേവി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാദർശേ സമാത്മാനം സഗിണം വിരജാംബരം വിരജം കൃതസ്വസ്ഥയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അനിത്തര കൃഷ്ണ ദേവദാസ് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാദർശേ സ്വമാത്മാനം സൃഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്ത്യയനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. രാമേന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാദർശേ സമാത്മാനം സൃഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്തൈനം കന്യാഭിർബഹുമാനിതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകം ചെല്ലാൻ നമുക്ക് ഇതിന്റെ വിവർത്തനം പകർത്താം. അനന്തരം അവളൊരു കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം അവലോകനം ചെയ്തു. ശരീരം പൂർണ്ണമായും മാലിന്യമുക്തമായ അവളൊരു മലർമാല്യം അണിഞ്ഞിരുന്നു. പട്ടുടെ ആടകൾ ധരിച്ച് മംഗള തിലകങ്ങൾ ചാർത്തിയ അവളെ ആ കന്യകമാർ ആദരപൂർവം സേവിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞു അല്ലെ, ആയിരക്കണക്കിന് കന്യകമാർ ആ ദേവഹൂതിക്ക് സേവനങ്ങൾ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓ, നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ അല്ലെ, മുഷിഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു അല്ലെ. ആശ്രമത്തിൽ അങ്ങനെയുള്ള പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല അല്ലെ. എല്ലാ സമയവും സേവനങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോഴും ഇവിടെ നേരത്തെ പറഞ്ഞു അല്ലെ, ആ ബിന്ദു സരോവരത്തിൽ കുളിക്കുകയും സുന്ദരിയായിട്ട് മാറുകയും ചെയ്തു എന്ന് പറഞ്ഞു. പിന്നീട് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു, തിലകങ്ങളൊക്കെ ചാർത്തി, മറ്റുള്ള മാലകളും മറ്റുമൊക്കെ അണിഞ്ഞു. അങ്ങനെ അണിയിച്ചൊരുക്കുകയുണ്ടായി ആ കന്യകമാർ. 31-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം പൂജത്കാഞ്ചനനൂപുരം. സ്നാതം കൃതശിര സ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം പൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ. നേരത്തെ ചൊല്ലാൻ ബാക്കി ശോഭ മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അനിതകുമാരി മാതാജി ചോദിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കുജദാ കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സല ശജി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വിലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. കേൾക്കുന്നുണ്ടായില്ലേ? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. സുപ്രഭ മാതാജി ചൊല്ലിക്കോളൂ. ഇപ്പൊ ശരിയായി തോന്നുന്നു മൈക്ക്. ഓക്കെ. നേരത്തെ മാതാജി കൈ എടുത്തിന്, പക്ഷെങ്കില് നെറ്റ്വർക്കിന്റെ പ്രശ്നമുള്ളതുകൊണ്ടോ തോന്നുന്നു മൈക്കിന്റെ സിമ്പിൾ കാണിക്കുന്നുണ്ടായില്ല കേട്ടോ, അതുകൊണ്ടാണ്. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഡോക്ടർ എം വിജയകുമാരി അമ്മ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗീതാ ടി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം മ്യൂട്ടായി പോയാ ചൊല്ലിക്കോളൂ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രമണി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വസന്ത മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാഭാരതം മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത്കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സല ഗോപാല മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.
സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത് കാഞ്ചന നൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാസി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത് കാഞ്ചന നൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ജമീല മാതാജി ചൊല്ലിക്കോ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം ഹൃദശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം കൂജത് കാഞ്ചന നൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാസർ മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്ഥാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം മലയിനം പൂജത് കാഞ്ചനനൂപുരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ. വൈഷ്ണവപ്രിയ വിനീത ദേവദാസി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയിനം പൂജത് കാഞ്ചന നൂപുരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. ആപാദചൂടം സ്നാനം ചെയ്ത് അവളുടെ ദേഹമാസകലം ആഭരണഭൂഷിതമായിരുന്നു. അവൾ ചിത്രപതക്കത്തോടു കൂടിയ ഒരു പ്രത്യേക കണ്ടാഭരണം ധരിച്ചിരുന്നു. അവളുടെ കൈത്തണ്ടകളിൽ വളകളും കണങ്കാലുകളിൽ സ്വർണ്ണക്കാൽ ചിലമ്പുകളും ഉണ്ടായിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ചെയ്യും. ഇവിടെ കൃതശിര സ്നാനം എന്ന പദം കൊടുത്തിരിക്കുന്നു. സ്മൃതിശാസ്ത്ര നിർദ്ദേശപ്രകാരം സ്ത്രീകൾക്ക് നിത്യവും കണ്ടം വരെ സ്നാനം ചെയ്യുവാനാണ് അനുവാദം. ശിരസിലെ നിബിഡമായ മുടി നിത്യവും കഴുകിയാൽ ജലദോഷം പിടിക്കുമെന്നതിനാലാണ് ഈ വിലക്ക്. പ്രത്യേക സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കും ശിരസ് ഉൾപ്പെടെ പൂർണ്ണ സ്നാനം വിധിച്ചിട്ടുമുണ്ട്. ഈ സന്ദർഭത്തിൽ ദേവഹൂതി തന്റെ കൂന്തൽ കഴുകി മനോഹരമാക്കി പൂർണ്ണ സ്നാനം ചെയ്തു. ഒരു സ്ത്രീയുടെ കണ്ടം വരെയുള്ള സാധാരണ ദിവസങ്ങളിലെ കുളിക്ക് മലസ്നാനമെന്നും ശിരസ് ഉൾപ്പെടെയുള്ള ദേഹാസകല സ്നാനത്തിന് ശിരസ്നാനമെന്നും പറയപ്പെടുന്നു. സ്മൃതിശാസ്ത്ര വ്യാഖ്യാതാക്കളുടെ ഭാഷ്യമാണ്. അവിടെ മുഴുവനായിട്ടും ശരീരം മുഴുവനായിട്ടും ആഭരണങ്ങളൊക്കെ അണിഞ്ഞിരുന്നു എന്ന് പറയും അല്ലെ. പ്രത്യേക ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള കണ്ടാഭരണങ്ങളും ധരിച്ചിരുന്നു എന്ന് പറയും. കൈത്തണ്ടകളിലൊക്കെ വളകളും കാലുകളിൽ സ്വർണ്ണക്കാൽ ചിലമ്പുകളും ഒക്കെ അണിഞ്ഞിരുന്നതായിട്ട് പറയും. പ്രഭാതരി ഇതിന്റെ ഭാവാർത്ഥത്തില് പറയുന്നു, ശിരസ്നാനം കൃതശിര സ്നാനം എന്നുള്ളത് ശിരസ് ഉൾപ്പെടെ കുളിച്ചു എന്നുള്ളതാണ് അല്ലെ. നിത്യവും എന്താ പറയാ കുളിച്ചിട്ടാകുമ്പോൾ മുടിയൊക്കെ ഉണങ്ങില്ല എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് പലപ്പോഴും അല്ലെ എന്താ പറയാ തല കുളിക്കില്ല അല്ലെ. എന്നാൽ കേരളത്തിലെ എല്ലാ ദിവസവും എല്ലാവരും കുളിക്കും. എന്നാൽ ഇവിടെ കർണാടകയിലും മറ്റൊക്കെ എല്ലാ ദിവസവും അങ്ങനെ തല കുളിക്കുന്ന ഏർപ്പെടുന്നു. അപ്പോ അതുകൊണ്ട് ഇവിടെ പറയുന്നു, അതുപോലെ ആശ്രമത്തിൽ എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലെ. ഇതുകൂടാതെ പ്രഭുപാദർ വരുന്നു, അങ്ങനെ ദിവസവും തല കഴുകിയാല് ജലദോഷം പിടിക്കും എന്നതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള സ്നാനവും, മുഴുവനായിട്ടും ഉള്ള സ്നാനവും കഴുത്തുവരെ ഉള്ള സ്നാനവും, ശരീരം കഴുകുക അല്ലെ, മറ്റത് മുഴുവനായിട്ടും കുളിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ മുഴുവനായിട്ടും കുളിച്ച് നല്ല ആഭരണങ്ങളും ഒക്കെ ധരിച്ചതായിട്ട് ഇവിടെ പറഞ്ഞു. 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രൂണ്യാരധ്യസ്തയാ കാഞ്ച്യാ കാഞ്ചന്യാ ബഹുരത്നയാ
ആരേണ ച മഹർഷേണ രുചകേന ച ഭൂഷിതം ശ്രോണ്യാരധ്യസ്തയാ കാഞ്ചാ കാഞ്ചന്യാ ബഹുരത്നയാ ആരേണ ച മഹർഷേണ രുചകേന ച ഭൂഷിതം. അവൾ അരക്കെട്ടിൽ അനേകം രത്നങ്ങൾ പൊരുത്ത സ്വർണ്ണ അരഞ്ഞാണവും കഴുത്തിൽ നിരവധി മംഗളവസ്തുക്കൾ കോർത്തിണക്കിയ മുത്തിന്റെ ഒരു പ്രത്യേക കണ്ടാഭരണം കൂടുതലായും ധരിച്ചിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. മഞ്ഞളും കുങ്കുമവും ചന്ദനക്കുഴമ്പും ഉൾപ്പെട്ടതാണ് മംഗളവസ്തുക്കൾ. സ്നാനത്തിന് മുമ്പ് മഞ്ഞളിന്റെയും കടുകെണ്ണയുടെയും മിശ്രിതത്താൽ ദേഹമാസകലം ഒഴിയും. എല്ലാതരം മംഗളദ്രവ്യങ്ങളും ദേവഹൂതിയുടെ ശിരസ് മുതൽ പാദം വരെയുള്ള സ്നാനത്തിന് ഉപയോഗിക്കുകയുണ്ടായി. പ്രത്യേകമായിട്ടുള്ള അരഞ്ഞാണമൊക്കെ കെട്ടിയിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറെ പലതരം മംഗളവസ്തുക്കൾ കോർത്തിണക്കിയ മുത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കണ്ടാഭരണവും ധരിച്ചിരുന്നു. അതുപോലെ തന്നെ പറയുന്നു, കുളിക്കുന്നതിന്റെ മുന്നേ മഞ്ഞളും കുങ്കുമവും ചന്ദനക്കുഴമ്പും ഒക്കെ പുരട്ടിക്കൊണ്ട് അതുപോലെ തന്നെ മഞ്ഞളും കടുകെണ്ണയൊക്കെ ദേഹത്തിൽ ഒഴിയുകയും ചെയ്യുമെന്ന് പറയും. ശരീരത്തിന് ബലം ലഭിക്കുവാനും ശരീരത്തിന്റെ സൗന്ദര്യം നിലനിർത്തുവാനുമായിട്ട്. 33-ാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ സുതദസുബ്രുവശ്ലഷ്ണാസ് സ്നിഗ്ധാപാംഗേന ചക്ഷുഷാ പത്മകോശസ്മൃതാ നീലേ ജളകൈശ്ച രസന്മുഖം. സുന്ദരങ്ങളായ ദന്തനിരകളാലും അതിമനോഹരങ്ങളായ കൺപുരികങ്ങളാലും അവളുടെ മുഖഭാവം തിളങ്ങിയിരുന്നു. അവളുടെ ആർദ്രങ്ങളായ കൺകോണുകൾ താമരമുകുളങ്ങളെ തോൽപ്പിച്ചു. ഇരുണ്ടു ചുരുണ്ട അളകങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു മുഖം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിപ്പിച്ചു. വൈദിക സാഹിത്യത്തിൽ വെളുത്ത ദന്തനിരകൾ സദാ പ്രശംസനീയങ്ങളാകുന്നു. ദേവഹൂതിയുടെ ശുഭ്രദന്തങ്ങൾ അവളുടെ മുഖകാന്തി വർദ്ധിപ്പിക്കുകയും മുഖത്തെ ഒരു താമര പുഷ്പം കണക്ക് മോഹനമായി തോന്നിപ്പിക്കുകയും ചെയ്തു. അത്യാകർഷകമായ ഒരു മുഖത്തെ എപ്പോഴും ഒരു താമരപ്പൂവിനോടും ആ മുഖത്തെ നയനങ്ങളെ താമര ഇതളുകളോടും ഇരിക്കാറുണ്ട്. അപ്പോ ദേവഹൂതിയുടെ പല്ലുകളൊക്കെ അതിമനോഹരങ്ങളായിട്ടുള്ളതാണെന്ന് പറയും. സുന്ദരങ്ങളായ ദന്തനിരകളാൽ അതിമനോഹരങ്ങളായ കൺപുരങ്ങളാലും അവളുടെ മുഖഭാവം തിളങ്ങിയിരുന്നു. ശരി. അപ്പൊ ഇവിടെ ദേവഹൂതിയുടെ കണ്ണുകളെ കുറിച്ച് പറയുന്നു. താമര മുകുളങ്ങളെ പോലും തോൽപ്പിക്കുന്നതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചുരുണ്ടിട്ടുള്ള മുടികളാണെന്ന് പറയുന്നു. ഭാവാർത്ഥം പറയുന്നു,
വൈദിക സാഹിത്യത്തിൽ വെളുത്ത ദന്തനിരകൾ സദാ പ്രശംസനീയങ്ങളാകുന്നു എന്ന് പറഞ്ഞു. നല്ല വെളുത്ത് മനോഹരമായിട്ടുള്ള വരിവരിയായിട്ടുള്ള പല്ലുകൾ അല്ലെ, അത് പ്രശംസനീയമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ പല്ലുകൾ ദേവഹൂതിയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത്, മുഖകാന്തി വർദ്ധിപ്പിച്ചു. മുഖം ഒരു താമരപ്പൂവ് കണക്കെ മോഹനമായി മനോഹരമായിട്ട് തോന്നിക്കുകയുണ്ട്. അത്യാകർഷമായ ഒരു മുഖത്തെ എപ്പോഴും ഒരു താമരപ്പൂവിനോടും ആ മുഖത്തെ നയനങ്ങളെ താമര ഇതളുകളോടും ഉപമിക്കാറുണ്ട്. ഭഗവാൻ എപ്പോഴും താമരപ്പൂവിനോടാണ് ഉപമിക്കാറ് അല്ലെ. പങ്കജാശൻ, പങ്കജനാഭൻ, പങ്കജനേത്രൻ അല്ലെ. ഭഗവാനെ താമര അത്രയും മനോഹരമായിട്ടുള്ളതാണ്. അതുപോലെ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, കുന്തി മഹാറാണിയുടെ സ്തുതിയിലൊക്കെ നമോ പങ്കജനാഭായ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു അല്ലെ. അപ്പോ ഭഗവാനെ എപ്പോഴും സ്തുതിക്കാനായിട്ട് താമരപ്പൂക്കളെയാണ് ഉപയോഗിക്കാറ് അല്ലെ. എന്താണ് ആ താമരപ്പൂ ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ് അല്ലെ. ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളതാണ് മറ്റെല്ലാം, എന്നാൽ ബ്രഹ്മാവിനും മുന്നേ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് താമര അല്ലെ. അത് അത്രയും മനോഹരമാണ്. അപ്പോ ഇവിടെ ദേവഹൂതിയെയും ആ താമരയോടും താമരയുടെ സൗന്ദര്യത്തോട് ആ ദേവഹൂതിയുടെ സൗന്ദര്യത്തെ കുറിച്ച് 34-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഇതിന് കൂടുതലായിട്ട് ഭാവാർത്ഥം അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ശ്ലോകങ്ങൾ എടുക്കുന്നത്. നമോ ഭഗവതേ വാസുദേവായ യഥാ സസ്മാര ഋഷഭാം ഋഷീണാം ദൈദമ്പതിം തത്ര ജാസ്തേ സഹസ്രേഭിർ യത്രാസ്തേ സാ പ്രജാപതിഃ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും മുനിമാരിൽ ഉത്തമനുമായ കർദവ മുനിയെ വിചാരിച്ചതും അവൾ കന്യകകളായ പരിചാരകരോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് പ്രത്യക്ഷയായി. ഭാവാർത്ഥം ചെയ്യുക. താൻ പ്രാകൃത വസ്ത്രധാരിണിയും ആകെ മുഷിഞ്ഞവളുമാണെന്ന് ആരംഭത്തിൽ ദേവഹൂതി സ്വയം വിചാരിച്ചതായി ഈ ശ്ലോകത്തിൽ കാണുന്നു. തടാകത്തിൽ ഇറങ്ങാൻ ഭർത്താവ് അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അവൾ കന്യകകളായ സേവികമാരെ ദർശിക്കുകയും അവർ അവളെ ശ്രദ്ധിക്കുന്ന ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. എല്ലാം നടന്നത് ജലത്തിനുള്ളിൽ വെച്ചായിരുന്നു. അവൾ അവളുടെ പ്രിയപ്പെട്ട പതി കർദമനെ സ്മരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിക്കപ്പെടുകയും ചെയ്തു. പരിപൂർണരായ യോഗികൾ നേടുന്ന സിദ്ധികളാണ് ഇതൊക്കെ. അവർ ഇച്ഛിക്കുന്നത് എന്തും അപ്പോഴേ നിർവഹിക്കുവാൻ സാധിക്കും. ഇപ്പൊ ദേവഹൂതി കർദവ മുനിയെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ കർദവ മുനിയുടെ അടുത്തെത്തിച്ചേരുകയുണ്ടായെന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ തന്നെ അല്ലെ അഷ്ടസിദ്ധികൾ ഉണ്ടായിരുന്ന ആ കർദവ മുനി ആകാശ കൊട്ടാരം തന്നെ നിർമ്മിച്ചു നൽകിയതായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് തോഴിമാരെയും. അപ്പൊ ആ തോഴിമാര് ദേവഹൂതിയെ കുളിപ്പിച്ച് ഭംഗിയാക്കി വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് സുന്ദരിയാക്കി നിർത്തുകയും അപ്പോൾ കർദവ മുനിയെ ഓർക്കുകയും അങ്ങനെ കർദവ മുനിയുടെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തു. 35-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ ഭർത്തു പുരസ്താദാത്മാനം ശ്രീസഹസ്രാവൃതം തഥാ നിശാമ്യ തദ്യോഗാഗതിം സംശയം പ്രതിപദ്യതാ. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ താൻ 1000 കന്യകമാരാൽ ചുറ്റപ്പെട്ടതിലും അദ്ദേഹത്തിന്റെ യോഗശക്തിയിലും അവൾ അത്ഭുതം കൂടി. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. എല്ലാം അത്യത്ഭുതകരമായി നിർവഹിക്കപ്പെട്ടത് ദേവഹൂതി ദർശിച്ചു. ഭർത്താവിന്റെ സവിധത്തിൽ എത്തിക്കപ്പെട്ടപ്പോൾ എല്ലാം അത്യത്ഭുതകരമായി നിർവഹിക്കപ്പെട്ട ദേവഹൂതി ദർശിച്ച് ഭർത്താവിന്റെ സവിധത്തിൽ എത്തിക്കപ്പെട്ടപ്പോൾ എല്ലാം അദ്ദേഹത്തിന്റെ യോഗശക്തിയാലാണ് സംഭവിച്ചതെന്ന് അവൾക്ക് ബോധ്യമായി. കർദവ മുനിയെ പോലെ ഒരു യോഗിക്ക് ഒന്നും അസാധ്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. നേരത്തെ ദേവഹൂതി
കൊട്ടാരത്തിലാണ് ജീവിച്ചത് അല്ലെ. ചക്രവർത്തിയുടെ മകളായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടെയും അനേകം തോഴിമാരും മറ്റുള്ള സഹായികളും ഒക്കെ ആയിട്ട് അല്ലെ. എന്നാൽ കർദവമുനിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ ഒറ്റയ്ക്കായിരുന്നു അല്ലെ. ധാരാളം സേവനങ്ങളൊക്കെ ചെയ്ത് ശരീരമൊക്കെ ശോഷിച്ച് അല്ലെ മെലിഞ്ഞുണങ്ങി ആ ഒരു സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു അല്ലെ. എന്നാൽ കർദവമുനിയുടെ യോഗശക്തി കൊണ്ട് അദ്ദേഹം അവൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ആകാശ കൊട്ടാരം തന്നെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടായി അല്ലെ. പിന്നീട് നേരത്തെ പറഞ്ഞു കർദവമുനിക്ക് ഭഗവാനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദേവഹൂതിക്ക് വാഗ്ദാനം ചെയ്യുകയുണ്ടായി എന്ന് അല്ലെ. അവൾക്ക് നൽകുകയുണ്ടായി ഭഗവത് കാരുണ്യം മുഴുവനായിട്ട്. ഇപ്പോഴും ദേവഹൂതി ഇതെല്ലാം കണ്ടിട്ട് തന്റെ ഭർത്താവിന്റെ അടുക്ക് എത്തണം എന്ന് വിചാരിച്ചപ്പോൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തു അല്ലെ. ആകാശ കൊട്ടാരത്തിലാണുള്ളത് എന്ന് നേരത്തെ പറഞ്ഞു അല്ലെ. എന്നാൽ പെട്ടെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അവിടെ കർദവമുനിയുടെ അടുത്ത് എത്തിച്ചു. ഇതൊക്കെ യോഗശക്തിയിലാണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമായി. കർദവമുനിയെ പോലുള്ള ഒരാൾക്ക് അസാധ്യമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി. 36, 37 ശ്ലോകങ്ങൾ. ഓക്കെ, 36, 37 ശ്ലോകങ്ങൾ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സതാം കൃതാമലസ്നാനം വിഭ്രാജന്തീമപൂർവവത് ആത്മനോ ബിഭ്രതിം രൂപം സംവീതാരുചിരസ്തനീം വിദ്യാധരീ സഹസ്രേണ സേവ്യമാനാം സുവാസസം ജാതഭാവോ വിമാനം തദാരോഹയതമിത്രഹൻ. ദേവഹൂതി സ്വയം സ്നാനം ചെയ്ത് തിളക്കത്തിലായത് കർദവമുനിക്ക് കാണുവാൻ കഴിഞ്ഞു. തന്റെ പഴയ പത്നിയല്ലാത്തതുപോലെ ആയിരിക്കുന്നു. അവൾ ഒരു രാജപുത്രിയുടേതായ സ്വന്തം സൗന്ദര്യം വീണ്ടെടുത്തു. മനോഹരങ്ങളായ സ്ഥലങ്ങൾ ആച്ഛാദനം ചെയ്ത് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് അവളെ 1000 ഗന്ധർവ കന്യകമാർ എതിരേറ്റു നിന്നു. ഓ ശത്രു സംഹാരക, അവളോട് ആസക്തി വർദ്ധിച്ച അദ്ദേഹം അവളെ ആകാശ കൊട്ടാരത്തിൽ പ്രവേശിപ്പിച്ചു. ഭാവാർത്ഥം ശിലപ്രഭുപാദ. വിവാഹത്തിനു മുമ്പ് മാതാപിതാക്കളാൽ കർദവമുനിക്ക് മുമ്പിൽ സന്നിധിയാക്കപ്പെട്ട ദേവഹൂതി ഒരു രാജകുമാരിയുടെ പൂർണ്ണ സൗന്ദര്യം തികഞ്ഞവളായിരുന്നു. കർദവമുനി അവളുടെ ആ പൂർവ്വ സൗന്ദര്യം അനുസ്മരിച്ചു. എന്നാൽ വിവാഹാനന്തരം ഭർത്താവായ കർദവമുനിയെ സേവിച്ച് പർണശാലയിൽ വസിക്കുന്നതിനിടയിൽ അവളെ സംബന്ധിച്ച് രാജകുമാരിയുടേതായ സൗന്ദര്യം പരിരക്ഷിക്കപ്പെടുക എന്നത് നിരർത്ഥകമായിരുന്നു. നിരന്തരം വധു ശുശ്രൂഷയിൽ മുഴുകിയ അവൾ വർഷങ്ങളോളം സ്വന്തം ശരീരത്തെ അവഗണിക്കുകയും അതുമൂലം രാജകീയ കാന്തി മങ്ങിപ്പോയി ഒരു സാധാരണ പരിചാരികയെ പോലെ ആയിത്തീരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കർദവമുനിയുടെ യോഗശക്തിയുടെ അജ്ഞാനുവർത്തികളായ ഗന്ധർവ സുന്ദരിമാരുടെ ശ്രദ്ധയിൽ നടത്തിയ സ്നാനാനന്തരം അവൾ പഴയ സൗന്ദര്യം പുനരാർജിക്കുകയും കർദവമുനി അവളിൽ ആകൃഷ്ടനാവുകയും ചെയ്തിരിക്കുന്നു. യുവതിയായ ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം അവളുടെ മാറിടങ്ങളാണ്. കൃത്യമായി അലങ്കരിക്കപ്പെട്ട വക്ഷോജങ്ങളുടെ വടിവും ഭംഗിയും അവളുടെ ചാരുത 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടറിഞ്ഞ കർദമൻ മഹാമുനിയായിട്ടും അവളിൽ ആകൃഷ്ടനായി. അതിനാൽ അതീന്ദ്രിയവാദിയായ ഒരുവൻ അതീന്ദ്രിയ സാക്ഷാത്കാര ലബ്ധിക്ക് ശേഷം ഒരു സ്ത്രീയുടെ ഉന്നത സ്ഥലങ്ങളിൽ ആകൃഷ്ടരാകരുതെന്നും അവ ശരീരത്തിനുള്ളിലെ രക്തത്തിന്റെയും കൊഴുപ്പിന്റെയും പരസ്പര പ്രവർത്തനത്തിന്റെ കേവല ഫലമല്ലാതെ മറ്റൊന്നുമല്ലെന്നും ശ്രീപാദ ശങ്കരാചാര്യൻ ആജ്ഞാപിച്ചു. അവ വളരെ സുന്ദരിയായിട്ട് ഇവിടെ കാണപ്പെട്ടു. നേരത്തെ സ്വയംഭൂമനുവും ശതരൂപയും കർദവമുനിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കുന്ന സമയത്ത്
ദേവഹൂതി വളരെ സുന്ദരിയായിരുന്നു അല്ലെ. എന്നാൽ അവിടെ ആശ്രമത്തിലുള്ള സേവനങ്ങളൊക്കെ ചെയ്തു അല്ലെ. കർദമമുനിക്ക് സേവനങ്ങൾ ചെയ്യുകയുണ്ടായി, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുകയുണ്ടായി. അങ്ങനെ ദിവസം മുഴുവനും പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്ത് ക്ഷീണിതയായി അല്ലെ. ആ സേവനങ്ങൾക്കിടയിൽ ശരീരത്തെ ഭംഗിയായി വെക്കുന്നതെല്ലാം മറന്നുപോയിരുന്നു. അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും സുന്ദരിയായിട്ട് മാറുകയുണ്ടായെന്ന് പറഞ്ഞിട്ട് നേരത്തെ ബിന്ദു സരോവരത്തിൽ കുളിക്കുവാനായിട്ട് കർദമമുനി പറയുകയുണ്ടായി. അതിനുശേഷം നല്ല സുന്ദരിയായിട്ട് മാറുകയും ഭംഗിയുണ്ടാവുകയൊക്കെ ചെയ്തു. പഴയ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാവുകയായിരുന്നു അല്ലെ. അതുകൂടാതെ ഇപ്പോഴും ആകാശ കൊട്ടാരത്തില് കർദമമുനി സൃഷ്ടിച്ചിട്ടുള്ള കന്യകമാർ, അവർ ആയിരക്കണക്കിന് കന്യകമാർ സുന്ദരിയാക്കി ദേവഹൂതിയെ ഒരുക്കുകയുണ്ടായെന്ന് പറഞ്ഞേ. നേരത്തെ ആശ്രമത്തില് പറഞ്ഞു, ആശ്രമത്തിലുള്ള ചുറ്റുപാടുകള് ഒരു ആധ്യാത്മിക അന്തരീക്ഷമാണ് അല്ലെ. അവിടെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ അനുയോജ്യമായിട്ടുള്ളതല്ല അല്ലെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗൃഹം വേണമെന്ന്, വേറൊരു ഗൃഹം വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആകാശ കൊട്ടാരം തന്നെ കർദമമുനി നിർമ്മിച്ചു നൽകുകയും ഉണ്ടായിരുന്നേ. അപ്പൊ അവിടെ പോയി അവിടുന്ന് സുന്ദരിയായിട്ട് വീണ്ടും കർദമമുനിയെ കാണാൻ വന്നപ്പോൾ കർദമമുനി അത്ഭുതപ്പെട്ടു ആ സൗന്ദര്യം കണ്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ പഴയ സൗന്ദര്യമില്ലാത്ത അവസ്ഥയൊക്കെ മാറി വളരെ സുന്ദരിയായിട്ട് കാണപ്പെടുകയും മഹാമുനിയായിട്ടുള്ള കർദമൻ അവളിൽ ആകൃഷ്ടനാവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ആകാശ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയുണ്ടായിരുന്നു. ഇവിടെ ശ്രീപാദ ശങ്കരാചാര്യന് താക്കീത് നൽകുന്നു എന്ന് പ്രഭുപാദൻ പറഞ്ഞു. സ്ത്രീകളിൽ കൂടുതലായിട്ട് ആകൃഷ്ടരാവരുത് എന്നുള്ള കാര്യം. 38-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ തസ്മിന്നലുപ്ത മഹിമാ പ്രിയയാനുരുക്തോ വിദ്യാധരീ ശീർണവപുർവിമാനേ ബഭ്രാജ ഉത്കജ കുമുദ്ഗണവാനപീച്യാ താരാഭിരാവൃത വിവോടു പതിരനഭസ്ത. ഗന്ധർവ പെൺകുട്ടികളാൽ പരിസേവിതയായിരുന്ന ഭാര്യയില്ല ആസക്തനായെങ്കിലും മുനിക്ക് സ്വന്തം സത്യത്തിന്മേൽ ആധിപത്യം ഉണ്ടായിരുന്നതിനാൽ തന്റെ മഹത്വം നഷ്ടമായില്ല. ആകാശസൗധത്തിൽ കർദമമുനി ഭാര്യയോടത്ത് കുളങ്ങളിലും തടാകങ്ങളിലും ആമ്പൽപ്പൂകൾ വിടരാൻ നിദാനമാകുന്ന നക്ഷത്രങ്ങൾക്ക് നടുവിലെ ചന്ദ്രനെ പോലെ ശോഭിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദം. കൊട്ടാരം ആകാശത്തിലായിരുന്നതിനാൽ ഈ ശ്ലോകത്തിൽ ചേർത്തിട്ടുള്ള പൂർണ്ണചന്ദ്രന്റെയും താരകങ്ങളുടെയും മുഖം വളരെ മനോഹരമാകും. കർദമമുനി പൂർണ്ണചന്ദ്രനെ പോലെയും അദ്ദേഹത്തിന്റെ പത്നി ദേവഹൂതിയെ വലയം ചെയ്ത പെൺകുട്ടികൾ നക്ഷത്രങ്ങളെ പോലെയും കാണപ്പെട്ടു. പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ ചന്ദ്രനും താരകങ്ങളും ചേർന്ന് മനോഹരമായൊരു നക്ഷത്ര സമൂഹം സൃഷ്ടിക്കാറുണ്ട്. അതുപോലെ ആകാശത്തിലെ ആ ബൃഹത്തായ രമ്യഹർമ്മത്തിൽ കർദമമുനിയും അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യയും അവളെ വലയം ചെയ്ത തരുണികളും ചേർന്ന് മനോമോഹനമായ ഒരു പൗർണമി രാത്രി തീർത്തതുപോലെ തോന്നിച്ചു. ഭാര്യയിൽ ആസക്തനായെങ്കിലും സ്വന്തം സത്വത്തിന്മേൽ ആധിപത്യം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ പറഞ്ഞു, ആ ദേവഹൂതിയും ഒരുമിച്ച് കുളങ്ങളിലും തടാകങ്ങളിലും ഒക്കെ ആമ്പൽപ്പൂകൾ വിടരാൻ നിദാനമാകുന്ന നക്ഷത്രങ്ങൾക്ക് നടുവിലെ ചന്ദ്രനെ പോലെ ശോഭിക്കുകയുണ്ടായിരുന്നു. കർദമമുനിയും ദേവഹൂതിയും ഇവിടെ ചന്ദ്രനെ പോലെയും മറ്റുള്ള തൊഴിമാരൊക്കെ നക്ഷത്രങ്ങളെ പോലെയായിട്ട്.
ഈ ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം. 39-ാമത്തെ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേനാഷ്ടലോകപവിഹരാ കുലാചലേന്ദ്ര ദ്രോണീശ്വനംഗസകമാരുതാ സൗഭഗാസു സിദ്ധൈർനുദോ ദ്യുതിനിപാത ശിവസ്വനാസു രേമേ ചിരം ധനതവല്ലലാനാവരുതി. പ്രഥനം ഭാവാർത്ഥം ശിവപ്രഭുപാദി. ആ ആകാശ കൊട്ടാരത്തിൽ അദ്ദേഹം മേരുപർവ്വതത്തിന്റെ സുഗന്ധവാഹിനിയായ മന്ദമാരുതൻ പരന്നൊഴുകുന്ന ശീതള സുന്ദര താഴ്വരങ്ങളിലൂടെ സഞ്ചരിച്ചു. ദേവന്മാരുടെ സമ്പത്തുകളുടെ സൂക്ഷിപ്പുകാരനായ കുബേരൻ അനേകം സുന്ദരിമാരുടെയും സിദ്ധന്മാരുടെയും പരിചരണവും പുകഴ്ത്തലും അനുഭവിച്ച് സസുഖം വസിക്കുന്നത് ഈ താഴ്വരകളിലാണ്. കർദവമുനിയും സുന്ദരിയായ ഭാര്യയാലും മറ്റനേകം സുന്ദര തരുണികമാരാലും പരിസേവിതനായി വളരെ വർഷങ്ങളോളം അവിടെ ചെന്ന് ജീവിതം ആസ്വദിച്ചു. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദി. വിശ്വപ്രപഞ്ചത്തിന്റെ 8 ദിക്കുകളുടെയും പാലന ചുമതലയുള്ള ദേവന്മാരിൽ ഒരുവരാണ് കുബേരൻ. സ്വർഗീയ ഗ്രഹം അഥവാ പറുദീസ് സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രപഞ്ചത്തിന്റെ പൂർവ്വഭാഗത്തിന്റെ അഥവാ കിഴക്ക് ഭാഗത്തിന്റെ ചുമതല ഇന്ദ്രനാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ദക്ഷിണപൂർവ്വ ഭാഗത്തിന്റെ തെക്ക് കിഴക്ക് ചുമതല അഗ്നിദേവനാവും. ദക്ഷിണഭാഗത്തിന്റെ തെക്ക് ചുമതല പാപികളെ ശിക്ഷിക്കുന്ന ദേവനായ യമരാജനാണ്. നിർവൃതിയാണ് ദക്ഷിണ പശ്ചിമ ഭാഗത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന്റെ കാവൽക്കാരൻ. മഴയുടെയും ജലത്തിന്റെയും ദേവനായ വരുണനാണ് പശ്ചിമ ഭാഗത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തിന്റെ പാലകൻ. വായുവിന്റെ നിയന്ത്രകനും വായുവിലൂടെ സഞ്ചരിക്കുവാൻ ചിറകുള്ളമായ വായുദേവനാണ് ഉത്തര പശ്ചിമ ഭാഗത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിന്റെ ചുമതല. ദേവന്മാരുടെ ഗജാൻജി കൂടിയായ കുബേരനാണ് വിശ്വപ്രഭത്തിന്റെ ഉത്തരഭാഗത്തിന്റെ വടക്കു ഭാഗത്തിന്റെ കാവൽ. ഈ ദേവന്മാരെല്ലാവരും തന്നെ സൂര്യനും ഭൂമിക്കും ഇടയിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്ന മേരുപർവ്വതത്തിന്റെ താഴ്വരങ്ങളിൽ ആഹ്ലാദം അനുഭവിക്കുന്നവരാണ്. മുകളിൽ പറഞ്ഞുള്ള 8 ദേവന്മാരാലും നിയന്ത്രിക്കപ്പെടുന്ന വിശ്വപ്രപഞ്ചത്തിന്റെ 8 ദിക്കുകളിലൂടെയും കർദവമുനി തന്റെ ആകാശസ്രോതത്തിലൂടെ സഞ്ചരിച്ചു. ദേവന്മാർ മേരുപർവ്വതത്തിൽ പോകുന്നത് പോലെ അദ്ദേഹവും മേരുപർവ്വതത്തിൽ പോയി അവിടെയും ജീവിതം ആസ്വദിച്ചു. ഒരുവൻ സുന്ദരിമാരായ യുവതികളാൽ സദാ ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അവനിൽ കാമവികാരം ശക്തിപ്പെടും. കർദവമുനി കാമാസക്തനാവുകയും മേരുപർവ്വതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് തന്റെ ഭാര്യയെ അനവധി സംവത്സരങ്ങളോളം അനുഭവിക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ ലൈംഗിക ജീവിതം ലോകകാര്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സന്താനങ്ങളെ സൃഷ്ടിക്കുവാനായിരുന്നതിനാലും അദ്ദേഹം പരിപൂർണനായിരുന്നതിനാലും അനേകം സിദ്ധന്മാർ അദ്ദേഹത്തെ അനുമോദിച്ചു. മേരുപർവ്വതത്തിന്റെ താഴ്വരകളിലൂടെയൊക്കെ സഞ്ചരിച്ചു എന്ന് പറയുന്നു. കർദവമുനി ദേവഹൂതിയെയും കൂട്ടിക്കൊണ്ടു. ദേവന്മാരുടെ ഖജാൻജി ആയിട്ടുള്ള ധനം സൂക്ഷിപ്പുകാരനായിട്ടുള്ള കുബേരൻ വസിക്കുന്നത് ഈ താഴ്വരകളിലാണെന്ന് പറയും. അങ്ങനെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും അവിടെയൊക്കെ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുകയും ഉണ്ടായി എന്ന് പറയും. അതുപോലെ ഭാവാർത്ഥ 8 ദിക്കുകളുടെയും പാലന ചുമതലയുള്ള ദേവന്മാരെ കുറിച്ചിട്ട് പറയും. കുബേരൻ എന്ന് പറയുന്നത് അതിലൊരാളാണെന്ന് പറയും. ആ 8 ദിക്കുകളിലുള്ള ഒരു ദിക്കിന്റെ കാവൽക്കാർ അതിന്റെ ചുമതലയുള്ള ആളാണെന്ന് പറയും. ഉത്തരഭാഗത്തിന്റെ അഥവാ വടക്കു ഭാഗത്തിന്റെ കാവൽ കുബേരനാണെന്ന് പറയുന്നു. ഓരോ ഭാഗത്തിനും ഓരോരോ ദേവന്മാരാണ് അതിന്റെ അധികാരം അവർക്കാണ് അധികാരം നൽകിയിരിക്കുന്നത് എന്ന് പറയും. നേരത്തെ പറഞ്ഞു ദേവഹൂതി സുന്ദരിയായിരുന്നു അല്ലെ. അവളുമായിട്ട് ജീവിതം ആസ്വദിക്കുകയുണ്ടായി എന്ന് പറയും. അദ്ദേഹത്തിന്റെ ലൈംഗിക ജീവിതം ലോക കാര്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും സൽസന്താനങ്ങളെ സൃഷ്ടിക്കുവാനായിരുന്നതിനുമാലും അദ്ദേഹത്തെ
അദ്ദേഹം പരിപൂർണനായാലും അനേകം സിദ്ധന്മാരൊക്കെ അദ്ദേഹത്തെ അനുമോദിക്കുകയുണ്ടായിരുന്നത്. സാധാരണ ഭൗതിക ലോകത്തുള്ള മറ്റുള്ളവരെ അത്ര കണ്ട് അനുമോദിക്കില്ല അല്ലെ. എന്നാൽ ഇവിടെ മഹാ ഋഷിയാണ് അദ്ദേഹം അല്ലെ. അതുകൊണ്ട് തന്നെ സിദ്ധന്മാരും മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തെ അനുമോദിക്കുകയുണ്ടായിരുന്നു അല്ലെ. ഇതേ ദേവഹുതിക്കും കർദമുനിക്കുമാണ് ഇനി ഭഗവാൻ തന്നെ പുത്രനായിട്ട് വരുന്നത് അല്ലെ, കപിലദേവനായിട്ട് വരും. ഓക്കെ, ബാക്കി ഭാഗങ്ങള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ചന്ദ്രായ ശ്രീമദ് ഭാഗവതം ജയ പ്രഭുപാദ് ജയ ഗുരു മഹാരാജ് ജയ നിതായ ഗൗരവ പ്രേമാനന്ദി. ഇങ്ങനത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കയ്യെത്താം. വാൻശകൽപദ്രീകൃഷ്ണ കൃപാസിന്ധു പരിധാനം ഭാവനഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമാനന്ദപുരി വൈഷ്ണവ രാജ ഹരേ കൃഷ്ണ.